നമസ്കാരം. തൃശ്ശൂർ നഗരത്തിലാണ് ഉള്ളത്. തൃശ്ശൂർ നഗരത്തിൻ്റെ മാത്രമല്ല, ഏതൊരു നഗരത്തിൻ്റെയും ആ നഗരത്തിൻ്റെ ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത് അവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്. സാധാരണക്കാരുടെ വാഹനമായിട്ടുള്ള ഓട്ടോറിക്ഷക്കാർ. ആ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളെല്ലാം തന്നെ ഇവിടെ സുരേഷ് ഗോപിക്ക് വേണ്ടി വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് സംഘടനാ തീരുമാനമോ അല്ലെങ്കിൽ BJP തീരുമാനമോ ഒന്നുമല്ലാതെ തന്നെ സുരേഷ് ഗോപിക്കൊപ്പം ഈ തൃശ്ശൂരിൻ്റെ ഓട്ടോ തൊഴിലാളികളുടെ മനസ്സുണ്ട് എന്നുള്ള വിളംബരം ചെയ്യൽ കൂടിയായിരുന്നു ഇവിടുത്തെ തൃശ്ശൂരിലെ ഓട്ടോ തൊഴിലാളികൾ. ഈ ഓട്ടോയുടെ പുറകിൽ ചതിക്കില്ല എന്നത് ഉറപ്പാണ് എന്നുള്ള ഒരു ക്യാപ്ഷൻ എഴുതി ഒട്ടിച്ചത് അല്ലേ? സുരേഷ് ഏട്ടൻ നിങ്ങൾ ജയിപ്പിക്കുമല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ ജീവൻ കൊടുത്തും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പൊരുത്തും. അദ്ദേഹത്തിന്റെ വിജയത്തിനായിട്ട് ജനകീയ കൂട്ടായ്മ മാത്രമാണ്. നല്ലൊരു മനുഷ്യ സ്നേഹിയുടെ വിജയത്തിന് വേണ്ടി ഒരു വലിയ ജനകീയ കൂട്ടായ്മയാണ് നമ്മളിവിടെ ഇപ്പോൾ കണ്ടത്. ഇത് ഇവിടെ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും തന്നെയില്ല. ഇവിടെ ഒരു നല്ല മനുഷ്യനെ മാത്രമാണ് ഞങ്ങൾ കൺമുന്നിൽ കാണുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ അവസാനം വരെ ഞങ്ങൾ പടവരും. അദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി തൃശ്ശൂരിലെ ഓട്ടോ തൊഴിലാളികൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. അതായത് നമുക്കൊരു കാര്യം പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. തൃശ്ശൂർ കൊടുക്കുമെന്ന് ഉറപ്പിച്ചിട്ടാണ് ഉള്ളത്. ഇനി കുറച്ച് മാസമേ ബാക്കിയുള്ളൂ. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിങ്ങളിവിടെ നഗരത്തിലെ ഓട്ടോ തൊഴിലാളികൾ സാധാരണ ജനങ്ങളുടെ ഇടയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളിപ്പോൾ ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വണ്ടിയുമൊക്കെ സ്റ്റിക്കർ ഓടിച്ചത് നിങ്ങൾ കണ്ടല്ലേ. അപ്പോൾ നമ്മളിതിപ്പോൾ നേരത്തെയാണ് തുടങ്ങിയത്. ഈ പ്രവർത്തനമായിട്ട് നേരത്തെ തുടങ്ങി. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ വാടകക്കാരനവരോട് നമ്മൾ അങ്ങോട്ട് സംസാരിച്ച് അവരാദ്യം അവരുടെ അഭിപ്രായം അറിഞ്ഞ് അവരെന്താണ് അങ്ങനെ പറയണത്. അപ്പോൾ ഒത്തിരി അകലുള്ള വാടകകളൊക്കെ അയച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അങ്ങനെ കുറേ രീതിയിൽ അവരായിട്ട് സമ്പർക്കം പുലർത്തിയിട്ടാണ് ഇപ്പോൾ പോണത് ഓരോരുത്തരും. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മളൊരു 70-80% അവർ നമ്മൾ പറയണത് SS എന്നാണ് പറയണത്. ശരിയാണെന്ന് പറയണം. അപ്പോൾ നമ്മളവരോട് പറയണത് ശരിയാണെന്ന് മാത്രം പോരാ, വോട്ടിങ്ങിൽ അത് കാണിക്കണല്ലോ, എന്നാലും ഇതൊക്കെ കൂടി ശരിയാവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ അതിൽ നിന്ന് വർക്ക് ചെയ്ത് പോകുന്നുണ്ട് എല്ലാതായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ടൈം എടുക്കണം. ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ ഇത്ര നേരത്തെ സുരേഷ് ഏട്ടൻ വരും വിചാരിച്ചില്ല. അപ്പോൾ ഇങ്ങനെയല്ല നടന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 ആഴ്ചയും കൂടി കഴിഞ്ഞിട്ട് സുരേഷ് ഏട്ടൻ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്താണ്ട്. ഇപ്പം നമ്മൾ ഈ ഓടണേൻ്റെ ഇടപെടിയാണ് നമ്മളിതൊക്കെ ചെയ്യണത്. ഇത് നമ്മൾ ഇത് സാധനങ്ങൾ ഇത് കൊണ്ട് അടിക്കാൻ കൊടുക്കണം. അപ്പോഴേക്ക് ആരെങ്കിലും വിളിക്കും. അപ്പോൾ അവർ ഒളരിയിലുള്ളവരോ അപ്പോൾ അവർക്ക് കൊണ്ടു കൊടുക്കണം. അങ്ങനെയാണ് വർക്ക് ഇപ്പോൾ നടന്നു പോകണം. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ചെറിയ തോതിലുള്ള വർക്കായിട്ടുള്ളൂ, നല്ല വർക്കിലേക്ക് കിടക്കണുള്ളൂ. അപ്പോൾ സുരേഷ് ഏട്ടൻ ഇത് അറിഞ്ഞോട് കൂടിയിട്ട് വേഗം കൂടെ ഓടി വന്നു. അതുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ SG വിത്ത് കോഫി എന്ന് പറയുന്ന ഒരു പരിപാടി നടന്നതിന് ശേഷം ഒരുപാട് ഓട്ടോ തൊഴിലാളികളുണ്ടായിരുന്നു. ആ ഓട്ടോ തൊഴിലാളികളെല്ലാം തന്നെ അവരവരുടെ നിലയ്ക്കുള്ള പ്രചരണ പരിപാടികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, നമ്മൾ സുരേഷ് ചേട്ടനെ എങ്ങനെയാണ് ജയിപ്പിക്കുക? 2,93,000 വോട്ടാണ് കഴിഞ്ഞ തവണ കിട്ടിയത്. ഇത്തവണ നമ്മൾ എങ്ങനെയാണ് ഒരു ഭൂരിപക്ഷം പ്രവചിക്കുന്നത്? ഭൂരിപക്ഷം പ്രവചിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ സുരേഷ് ഏട്ടൻ ജയിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ട് കൂട്ടരും ഒന്നിക്കും. എന്നിട്ട് പരമാവധി സുരേഷ് ഏട്ടനില്ലാത്ത ആരോപണമെല്ലാം ഉണ്ടാക്കിയിട്ട് ആളെ തോൽപ്പിക്കാൻ രണ്ട് കൂട്ടരും ഒന്നിച്ചിട്ട് തോൽപ്പിക്കാൻ നോക്കും. പക്ഷേ വലിയ ഭൂരിപക്ഷം നമുക്ക് പ്രഖ്യാപിക്കുന്നില്ലെങ്കിലും എന്തായാലും സുരേഷ് ഏട്ടൻ ജയിക്കുമെന്ന് ഉറപ്പാണ്. ജയിക്കും 100% ഉറപ്പാണ്. ഈ പ്രാവശ്യം എന്തായാലും ജയിക്കും. 2 പ്രാവശ്യം തോറ്റു. എന്നിട്ട് ആൾ ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത്രയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിലായാലും എന്തിനായാലും ചെയ്ത് വെച്ചിട്ടുണ്ട് ആള്. ഇവിടെ ജയിച്ചവരാരും ഇവിടെ കാണാനില്ല. അല്ല, നമ്മളിവിടെ ഈ പ്രതാപൻ്റെ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറയുന്നത് കേട്ടത്, TM പ്രതാപന് ഇവിടെ തൃശ്ശൂരിന് വേണ്ടി 1 കോടി രൂപയുടെ ഒരു അനുമതി നൽകണം വാഗ്ദാനം കൊടുത്തു. അത് കിട്ടിയില്ല. സുരേഷ് ഗോപി ചെയ്തു എന്ന് മേയർ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഈ പ്രതാപനെ ഇവിടെ കാണാൻ കിട്ടാറുണ്ടോ? പ്രതാപൻ ആരാണെന്ന് ഇവിടെയുള്ളവർക്ക് പലർക്കും അറിയില്ല, കണ്ടിട്ടുമില്ല. ചേട്ടാ, ഫ്ലെക്സിലൊക്കെ ഫോട്ടോ കണ്ടിട്ടില്ലേ പ്രതാപൻ? എല്ലാവരും അത് ശ്രദ്ധിച്ചോളുന്നില്ലല്ലോ. ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് നമ്മൾ ഇവിടെ വന്ന് നിന്ന് നമ്മളോട് കാര്യങ്ങൾ സംവദിക്കുമ്പോഴാണ്, നിങ്ങളെല്ലാവരും ഇപ്പോൾ കണ്ടു, ഒരു ജനപ്രതിനിധി ജനങ്ങളുമായിട്ട് സംവദിക്കുമ്പോഴാണ് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. ജനങ്ങളുടെ വിഷയങ്ങളെ മനസ്സിലാക്കാതെ വീടിൻ്റെ ഉള്ളിലും ഓഫീസിലും ഡൽഹിയിലും ഇരുന്ന് കഴിഞ്ഞാൽ ജനങ്ങളെ അറിയില്ല, ജനങ്ങളെ അറിയില്ല. ഈ കഴിഞ്ഞ MP കാലഘട്ടത്തിൽ ഒരു പ്രവർത്തനം പോലും തൃശ്ശൂരിന് വേണ്ടി കാഴ്ചവെക്കാൻ പറ്റാത്തൊരു MP ആണ് നമ്മളുടെ കൺമുന്നിൽ ഇപ്പോൾ ഉള്ളത്. തൃശ്ശൂർ MP കാണുന്നത് ഇയാളുടെ ഇന്നോവ കാർ ഇതിൽ പോകുമ്പോഴാണ് MP എന്നുള്ള ബോർഡ് കാണുമ്പോൾ നമ്മൾ ഇവിടെ ഒരു തൃശ്ശൂരിന് MP ഉണ്ടെന്ന് അറിയുന്നത്. നിങ്ങളായാലും ഇപ്പോഴത്തെ പല
നമ്മളെല്ലാവരും പരാതികൾ അല്ലെങ്കിൽ നിവേദനങ്ങൾ കൊണ്ടുകൊടുക്കുന്നത് ഇപ്പോൾ ഒരു MP-യുടെ കയ്യിലല്ല, സുരേഷേട്ടൻ്റെ കയ്യിലാണ്. അത് അദ്ദേഹത്തിൻ്റെ മുകളിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇടപെടൽ കൂടുതലും സുരേഷേട്ടൻ തന്നെയാണ്. അതെന്ന് വെച്ചാൽ ജാതി മതം രാഷ്ട്രീയം ഒന്നും നോക്കാതെ തന്നെ വളരെ ഏത് മനുഷ്യൻ കയറിപ്പോയാലും ആ കാരുണ്യം മുഖത്ത് കാണാം. അതാണ് നമുക്ക് വേണ്ടത്. രാഷ്ട്രീയ നേതാവല്ല, നേതാവ് എന്ന് പറയുന്നത് ഏറ്റവും നല്ലത്. ഏത് നേതാവിനും വേണ്ടത് ആ ഒരു കാരുണ്യം മുഖത്ത് കാണുന്നില്ല, പുച്ഛമല്ല വേണ്ടത്. അദ്ദേഹത്തിന് അത് വേണ്ടുവോളുണ്ട്. അത് കാരണം അദ്ദേഹം ജയിച്ചാൽ ഏറ്റവും ഗുണം ജനങ്ങൾക്കാണ്. നമ്മൾ അടങ്ങുന്ന ഈ ജനങ്ങൾക്കാണ് ഏറ്റവും വലിയ ഗുണം. എല്ലാവരും അതിനു വേണ്ടി പ്രയത്നിക്കണം, മനസ്സർപ്പിക്കണമെന്ന് എല്ലാവരും ഒരുമിച്ച് പറയുന്നു. എന്തായാലും ഈ തൃശ്ശൂരിലെ ഓട്ടോ തൊഴിലാളികൾ മനസ്സുകൊണ്ട് ഒരു കാര്യം തീരുമാനമെടുത്തിരിക്കുന്നു, പ്രതിജ്ഞ എടുത്തിരിക്കുന്നു. സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ കൊടുക്കുമെന്ന് തന്നെയാണ് പ്രതിജ്ഞ എടുത്തിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും കൊടുക്കും. അതെ, അത്തരത്തിൽ ഒരു പ്രതിജ്ഞ തന്നെയാണ് തൃശ്ശൂരിലെ ഓട്ടോ തൊഴിലാളികളുടെ മനസ്സ് എടുത്തിരിക്കുന്നത്. അടുത്തായി നമ്മുടെ നടുവിലാലിലെ ഓട്ടോ സ്റ്റാൻഡിലെ ചേട്ടന്മാർ പ്രസന്ന ശൈലിയിലുള്ള ഒരു ജനസമ്പർക്ക പരിപാടി. അത് സുരേഷ് ചേട്ടന്റെ മാത്രം ശൈലിയാണ്. SG's കോഫി ടൈം. തൃശ്ശൂരിൽ നിന്നും അർജുൻ സി വനജ്.